ഇവിടെ നിന്ന് മോളിൽ നിന്നൊക്കെ ഒരുപാടാ വീഴുന്നുണ്ടോ നമുക്ക് എങ്ങനെ വരുന്നു കിടിലാണ്. നമ്മളെപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ താണ്ട് ഈ കണ്ട ഇത് ഈ കയറി നിൽക്കും, ഇവിടെ നിന്നിട്ട് താഴെ ചാടും. ഇവിടെ അങ്ങനെ ഇവിടെ കിടില വ്യൂ ആണ്. കാരണം ഞാൻ ഇപ്പൊ പനയുടെ മുകളിലാണ് കയറി നിൽക്കുന്ന, കാലൊക്കെ നിറയ്ക്കുവാണ്. ഇതുണ്ടോ പന ഭയങ്കര വിറയിലാണ്. ഇവിടെ നിർത്തി ചാടിയ കിടിലായിരിക്കും, ചാടാൻ തോന്നുന്നത്. പക്ഷെ ഇവിടെ എക്കലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. മുമ്പൊക്കെ നമ്മളിവിടെ കുളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ പനയൊക്കെ മുറിച്ചിട്ട് ഒരുമാതിരിയായി. ഇവിടെ ഒരാൾ പക്കത്തിലുള്ള വെള്ളമൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും. അടിപൊളിയാണ്. നമുക്ക് ക്യാമറ കൂടെ നോക്കുമ്പോൾ വലിയ ആണെന്ന് തോന്നത്തില്ലെങ്കിലും പന ഭയങ്കര കുളിക്കും, ചാടാൻ തോന്നുന്നു. പക്ഷേ വെക്കൽ വെള്ളം വെള്ളത്തിലാണ്, വെള്ളത്തിൽ ഇറങ്ങിക്കുവാണ്. ചാടി കഴിഞ്ഞാൽ മൊത്തം അറിയും. നല്ല പൊക്കണ്ടോ എന്റെ ഈ എളിപ്പൊക്കം വരെ വെള്ളമാണ്. അവരവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി പേടി, അത് പന ഭയങ്കര കുലുക്കം. പന ഏത് നിമിഷം പൊട്ടി അടിച്ച് വെള്ളത്തിൽ അത് മുറിച്ച് വെച്ചേക്കാണ്. പന ഇത് മുറിച്ചിട്ട് 2-3 പീസാക്കി വെച്ചേക്കാണ്. അക്കൗണ്ടിന് വന്നിട്ടുണ്ട്. ഞാനും വരാം. നമ്മളിപ്പോ വെള്ളത്തിലാണ് നിക്കുന്നത്. പേടി. ഞാൻ ഇറങ്ങാൻ പോവാ, പാന്റ് തന്നെ, അതുകൊണ്ടാ ഞാൻ ഇറങ്ങാൻ പോവാ. അയ്യോ വെള്ളേ. ഗോവയുടെ കല്ലൊക്കെ പറക്കിയിടുവാണ്. നമുക്കിനി ഇവിടെ നിന്ന് പോവാം, അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അടിപൊളിയാണ്. ഇവിടെയൊക്കെ അടിപൊളി സീനറിയാണ്. ആകാശമൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും. നമ്മളിവിടെ കൊച്ചു മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുമ്പളൊക്കെ ഇപ്പൊ അവിടെ നിന്ന് കുമ്പളൊക്കെ ഇപ്പന്മാർ പറഞ്ഞത് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു കുമ്പളൂല്ല, മൊത്തം പഞ്ഞക്കുമ്പളുകൾ. നല്ലതായിട്ട് കുമ്പളകളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമുക്ക് ഇത്രയും നേരം അവിടെ എല്ലാം കറങ്ങി നമ്മളെ കാലൊക്കെ കഴിച്ച് രൂപടായി. അതായത് നമ്മളെ ലാസ്റ്റ് തന്നെ അപ്പുറത്തെ എണ്ണപ്പനേന്ന് മാറി ഫോറസ്റ്റ് കയറിയപ്പോൾ ഒരെണ്ണം കിട്ടി. കിട്ടിയിട്ടുണ്ട്, ഒരു കുമ്പള കിട്ടി. അതൊരു കൊച്ചതാണ്, ഉപ്പുമ്പള്, കൊച്ചൊരു കുമ്പളാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ ഉപ്പുമ്പളിന് എന്തോ പറയുന്നതൊക്കെ ഒന്ന് കമന്റ് ബോക്സ് ഇടുക. നമ്മൾ കവറിലാക്കി. പിന്നെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 50 പേരൊക്കെ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ എണ്ണപ്പനയുടെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ കമന്റിൽ ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമുക്കിനി വീഡിയോക്ക് ഓവർ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് കുമ്പൾ കാണുന്നെങ്കിലോ നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ വീഡിയോ ഓണായി കാണിക്കും. അപ്പോൾ നമ്മൾ ഓഫാക്കുവാണ്. നമുക്ക് കുറെ കുമ്പളിട്ടുണ്ട്, പക്ഷേ നല്ല കുമ്പളാണോ പഞ്ഞലാണോ അറിയാൻ പറ്റിയ കുറെ ഉണ്ട്. എന്തായാലും ഉപ്പ് കുമ്പളല്ല, നേരത്തെ കിട്ടിയതിന്റെ പോലത്തെ കുമ്പളല്ല, ഇത് വേറെയാണ്. പക്ഷേ ഇത് കുറെ ഇവിടെ നിൽപ്പുണ്ട്. മറ്റേ പെരിങ്കള അങ്ങനെ വല്ല ആണെന്ന് സംശയമുണ്ട്. നമ്മളിനി ജസ്റ്റ് അവിടെ പോയി അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. അങ്ങനെ കുറച്ചൊക്കെ കുമ്പളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 നല്ലതാണ്, ഉപ്പുമ്പള നമുക്ക് അറിയാം. പക്ഷേ ബാക്കിയൊക്കെ പഞ്ഞക്കുമ്പളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിനി വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ അമ്മയെ കാണിച്ചു നോക്കാൻ പോവുകയാണ്. കാണിച്ചു നോക്കിയിട്ട് നമുക്ക് നല്ല തുകയാണെങ്കിൽ പറിക്കാം, വീണ്ടും വന്ന് പറിക്കും. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പാർട്ട് 2 വേറൊരു കാര്യമായിട്ട് വരുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ സ്റ്റാർട്ടാ. ശ്രദ്ധിച്ചു നോക്കാം. നമ്മളിവിടെ വന്നപ്പോൾ പാമ്പിനെ കണ്ടു. നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. മഞ്ഞച്ചേര താണ്ടാ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അനങ്ങനെ കണ്ടോ? ചേരയാണ്, മഞ്ഞച്ചേരയാണ്. നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മളെ പാമ്പ് അടുത്തോട്ട് എനിക്ക് പറയണടാ. അല്ല ഓടിക്കണം, അതുകൊണ്ടാ ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമെന്ന് തോന്നുന്നു. പാമ്പാണ്, പാമ്പ്, പൂവോട് പാമ്പ്, പാമ്പല്ല ചേര, മഞ്ഞച്ചേര. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ വീഡിയോ തീർന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ടിക്കുട്ടിയെന്ന് കണ്ട്, മയിലിനെ കണ്ട്, പാമ്പിനെ കണ്ട്, മീനെ കണ്ട്, എന്തൊരു എണ്ണപ്പനുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോൾ അതാണ്ട പശുവിന്. ഇവിടുത്തെ ഫാമിലെ പശുക്കളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. കാങ്ങിനുണ്ട്, നല്ല മണമുണ്ട്, നല്ല മണം എടുക്കുന്ന കേട്ടാ, ഇതെല്ലാം മണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റാർട്ടാ.